നമസ്കാരം. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണല്ലേ. അപ്പൊ നമ്മൾക്ക് പല കഴിവുകൾ ഉണ്ടായിരിക്കും, പല സാഹചര്യങ്ങളിലായിട്ട് നമ്മൾക്ക് കഴിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ മറന്നു പോകും. ഒരുപാട് നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നല്ലോ, എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് തിരിച്ചറിയുന്നത്. അയ്യോ, ഇനി എൻ്റെ സമയമല്ല, ഒരുപാട് പോയല്ലോ, ഇനി ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ച് മാറിപ്പോകുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട്, ഇല്ല എനിക്ക് ഈ കഴിവുണ്ട്, ഞാനിങ്ങനെ വീട്ടിൽ ഇരിക്കേണ്ട ഒരാളല്ല, എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിനെ ഒരു ഉൽപ്പന്നമായി മാറ്റുകയും അതിന്ന് വളരെ വളരെ വിജയകരമായിട്ട് അതിൻ്റെ ലോഞ്ച് നടക്കുന്ന, അതും നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി പി രാജീവിൻ്റെ കയ്യിലൂടെ തന്നെ അത് ലോഞ്ച് ചെയ്ത് വരുന്നൊരു കാഴ്ചയൊക്കെയാണ് ഇപ്പം നടന്നത്. അപ്പം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രജനി ചേച്ചിയെ നിങ്ങളുടെ മുന്നിലോട്ട് പരിചയപ്പെടുത്തുന്നതിനായിട്ട്. രജനി ചേച്ചി വരുന്നത് നിലമ്പൂരിൽ നിന്നാണ്, മലപ്പുറത്ത് നിലമ്പൂരിൽ നിന്ന് വരുന്ന രജനി ചേച്ചി, നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ടുള്ള രജനി ചേച്ചിയുമായിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം ചേച്ചി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് മനസ്സിലായിടത്തോളം ചേച്ചി ഒരു വീട്ടമ്മയായിരുന്നു. പിന്നീട് ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് എൻ്റെ ഉള്ളിലൊരു സംരംഭക ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ ഒരു സംരംഭകത്വം തിരിച്ചറിയുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നതൊന്ന് നമുക്ക് വേണ്ടി, കാരണം ഒരുപാട് ചേച്ചിമാർ ഇതുപോലെ തന്നെ ഉണ്ടാവുമല്ലോ, ആ ഒരു തിരിച്ചറിവ് ഇനിയും വരാനായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ആ ഒരു കാലഘട്ടത്തിനെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുക, കുട്ടികളെ നോക്കുക, ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞേക്കുക, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ പോരുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുടുംബശ്രീയിൽ അംഗമായി, പിന്നെ കുടുംബശ്രീയിൽ സെക്രട്ടറി സ്ഥാനമായി. അങ്ങനെ 10-15 വർഷമായിട്ട് അങ്ങനെ കുടുംബശ്രീയിൽ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ കുടുംബശ്രീൻ്റെ ഒരു ക്ലാസ്സിന് പോയി. അപ്പോഴാണ് അവിടുന്ന് എല്ലാവരും സംരംഭം തുടങ്ങണം എന്നുള്ള നിർദ്ദേശം ഇങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സംരംഭം തുടങ്ങാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ എൻ്റെ മുന്നേ തന്നെ ഞാൻ കുട്ടികൾക്കൊക്കെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു. അയൽവാസികളൊക്കെ ഗൾഫിലേക്ക് പോകുമ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കും. അപ്പോൾ അവർക്കൊക്കെ നല്ല താല്പര്യമായിരുന്നു. എൻ്റെ അച്ചാറ്, ചമ്മന്തിപ്പൊടി, അങ്ങനെ സാധനങ്ങളൊക്കെ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്, കേരളത്തിൻ്റെ പുറത്തൊക്കെ ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവരെ ഫ്രണ്ട്സൊക്കെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അവർക്ക് ഒരു നല്ല അഭിപ്രായം ആണ് കിട്ടുന്നത്. അപ്പോൾ അവരൊക്കെ കൂടി ഇങ്ങനെ പറഞ്ഞു, എന്നാൽ ഒരു സംരംഭമായിട്ട് തുടങ്ങിക്കൂടെ, നല്ല പ്രോഡക്റ്റ് ആക്കി നല്ല ഹൈജീനിക്കായിട്ട് നല്ല ഉൽപ്പന്നം കൊണ്ട് ഉണ്ടാക്കി ആൾക്കാരുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൂടെ എന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ഇടുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഹസ്ബൻഡും മക്കളും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ കൃഷിഭവൻ്റെ ഒരു ക്ലാസ്സിന് പോയി. കൃഷിഭവനിൽ നിന്ന് ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ വന്നു. പിന്നെ തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഒരു ക്ലാസ് ഉണ്ട്, അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ മണ്ണുത്തിയിൽ അങ്ങനെ ആ ക്ലാസ്സിന് പോയി. അവിടെ വെച്ചിട്ടാണ് ഈ സംഗീത മാം അവിടെ വന്നു. അവിടെ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നു. നല്ല ക്ലാസ്സുകളും ഒക്കെ മെഷീനറികളും എല്ലാം പരിചയപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന ഇടയിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കുസാറ്റിലൊരു 2 ദിവസത്തെ ക്ലാസ് ഉണ്ട്, അതിന് പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഇവിടെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ സംരംഭമായിട്ടുള്ള ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ലൈസൻസുകളും എല്ലാം പഞ്ചായത്തിൽ ചെന്ന് അവിടുന്ന് എല്ലായിടത്തും അവരെന്നെ ഒക്കെ സഹായിച്ച് അവരൊക്കെ തന്നെ ചെയ്തു തന്നു. പിന്നെ ഈ ട്രെയിനിങ്ങിന് 2 ദിവസത്തെ ട്രെയിനിങ്ങിന് ഞാൻ കുസാറ്റിലേക്ക് വന്നു. അപ്പം അവിടെ വെച്ചിട്ട് കുറേ ആൾക്കാർ, എന്നെ പോലുള്ള കുറേ പുതിയ ആൾക്കാരൊക്കെ ആയിട്ടും ആദ്യമേ ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ഒക്കെ ഇങ്ങനെ സംസാരിക്കാനും ഇടപഴകാനും ഉള്ളൊരു അവസരം ഉണ്ടായി. അങ്ങനെ ഒക്കെ വന്നു. പിന്നെ അവിടുന്ന് എല്ലാ സ്റ്റാഫും എല്ലാ ആൾക്കാരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിട്ട് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളൊരു ഇതിലാണ് വന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തന്നു. അങ്ങനെ എല്ലാ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ട്രെയിനിങ് ആണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്താനായിട്ട് സഹായിച്ചത്. ആ ട്രെയിനിങ് ഞങ്ങളെ നല്ല സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പം ഗ്രാമിക എന്നാണല്ലോ ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര്, നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ പേര് ഗ്രാമിക എന്നുള്ള രീതിയിലാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് എന്താണ് ഈ ഗ്രാമിക? പറയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, എന്താണ് ഈ ഗ്രാമിക, എന്തുകൊണ്ടാണ് ഗ്രാമിക എന്ന ഒരു പേര് തന്നെ ഇതിന് സെലക്ട് ചെയ്യാനായിട്ടുണ്ടായ കാര്യം? ഞാനൊരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അവിടുന്ന് സാധാരണ ആൾക്കാരുകൾ തന്നെ ജൈവ കൃഷി രീതിയിൽ ഉണ്ടാക്കിയ പ്രോഡക്ട്സ് ഒക്കെ എടുത്തിട്ട് തന്നെയാണ് ഞാൻ അച്ചാറുകൾ
ചമ്മന്തിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ എല്ലാ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രാമിക എന്നുള്ള പേര് കണ്ടെത്തിയത്. ഈ ഗ്രാമികയിലൂടെ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് മാം മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നത്? ചമ്മന്തിപ്പൊടി, വിവിധ തരം അച്ചാറുകൾ, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, അങ്ങനെ നല്ല പ്രോഡക്റ്റുകളായിട്ട് തന്നെ കൊണ്ടുവരുന്നത്. പിന്നെ എൻ്റെ ബ്രദേഴ്സും ഞാനൊക്കെ ആയിട്ട് കൂടിയിട്ടൊരു തേനീച്ച വളർത്തലിന്റെ സംരംഭമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തേന് തന്നെയാണ്, ഞാൻ നല്ല ശുദ്ധമായ തേനാണ്. അറിയാലോ, നിലമ്പൂർ കാടുകളുടെ അടുത്തൊക്കെ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെയൊക്കെ പെട്ടി വെച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൂമ്പൊടി എന്നുള്ള ആ തേനാണ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ ഒരു കാര്യമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ഈ പറയുകയാണെങ്കിൽ ഇപ്പൊ കുടുംബശ്രീയിലുള്ള ഒരുവിധം എല്ലാ ആളുകളും പ്രധാനമായിട്ടും ഭക്ഷണ സാധനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഈ പ്രോഡക്റ്റുകളായിട്ട് കൊണ്ടുവരിക. കാരണം പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് ഏറ്റവും എളുപ്പവും അല്ലെങ്കിൽ അവർ ഏറ്റവും പ്രാവീണ്യം നേടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഇതാകുമ്പോൾ കൂടുതൽ ഈ ഭക്ഷണ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരാറുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിലാണ് ചേച്ചിയുടെ ഈ ഒരു പ്രോഡക്റ്റിനെ ബാക്കി പ്രോഡക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു വ്യത്യസ്തത? ഞാൻ ഏറ്റവും ഹൈജീനിക് ആയിട്ട് ആണ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഏറ്റവും നല്ല വൃത്തിയുള്ള സാഹചര്യത്തിലാണ് ഉണ്ടാക്കുന്നത്. നല്ല പ്രോഡക്റ്റ്, ഏറ്റവും ഗുണമേന്മ കൂടിയത് ആണ് വാങ്ങിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ കർഷകരിൽ നിന്ന് നേരിട്ട് പോയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് അങ്ങനെയാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പം ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഞാൻ കാണാണ്ടായി നല്ല ഭംഗിയായി പാക്ക് ചെയ്ത് നല്ല ഇതായിട്ടാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് വരെ എത്തി. ഇനിയിപ്പോ ഒരു മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. എങ്ങനെയാണ്, നിലമ്പൂര് മാത്രമാണോ അതോ ഏത് രീതിയിലാണ് ഇതിന്റെ ഒരു സെല്ലിംഗ് ചേച്ചി നോക്കാനായിട്ട്? കേരളം മുഴുവനാണോ അതോ കേരളത്തിലോട്ട് വെളിയിലോട്ടാണ്? എങ്ങനെയാണ് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുന്നത്, സെല്ലിംഗ് മെയിൻ ആയിട്ട്? ഇപ്പോ ഞാൻ അടുത്ത ഷോപ്പുകളിലൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നല്ല സെല്ലിംഗ് ഉണ്ട്. അപ്പൊ ഇനി ഇത് പുറത്തേക്കും വ്യാപിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓൺലൈനായിട്ടൊക്കെ നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയോ? ചെയ്തു തുടങ്ങിയില്ല, ചെയ്യണം വിചാരിക്കുന്നുണ്ട്. ഇപ്പോ അതിന്റെ ചവിട്ടുപടിയായിട്ട് പിന്നെ ബിസിനസ് വാട്സപ്പ് തന്നെ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഞാനൊരു സംരംഭം തുടങ്ങുകയാണ്, ഇപ്പൊ എല്ലാവരും സഹായിച്ചു എന്ന് പറഞ്ഞാലും ഞാനൊരു സംരംഭം തുടങ്ങുകയാണ് എന്ന് ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മുടെ മുന്നിലേക്ക് കുറെ ചോദ്യങ്ങൾ വരുമല്ലോ. ഇത്രയും നാള് ഞാൻ വീട്ടിനകത്തായിരുന്നു, വീട്ടിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് നമ്മുടെ സന്തോഷം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യത്തിന് ഒരുപാട് ആളുകൾക്ക് കൊടുക്കാനായിട്ട് പോവാണെന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ആദ്യം അല്ലെങ്കിൽ അതിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സമയത്ത് എങ്ങനെയായിരുന്നു അതിനെ ഹാൻഡിൽ ചെയ്തത്? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആ ഒരു സമയത്ത് നേരിട്ടിട്ടുണ്ടായിരുന്നോ? എനിക്ക് മിക്കവാറും എല്ലാ ആൾക്കാരും സപ്പോർട്ടായിട്ട് തന്നെ നിന്നത്. വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഒരു പേടിയുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി ഒന്നിനും പോവാത്ത ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളും ഹസ്ബൻഡും ഒക്കെ എല്ലാത്തിനും സപ്പോർട്ടാണ്. ഇനി ഈ പാക്കിംഗ് കാര്യത്തിന് ഇതെല്ലാം അവർ സെലക്ട് ചെയ്യാനും ഒക്കെ അവർ മുന്നിട്ടിറങ്ങും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാണ്, വീട്ടിലിരുന്നാണോ ബിസിനസ് ചെയ്യുന്നത്? അപ്പൊ ഇനി ഒരു ബൾക്ക് ഓർഡർ ഒക്കെ ചേച്ചിക്ക് കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനൊരു സ്കെയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്? ഏത് രീതിയിൽ ഇതിനെ വളർത്തണം എന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്? ബൾക്ക് ഓർഡർ കിട്ടുകയാണെങ്കിലും അത് ഹസ്ബൻഡ് ഇപ്പോ വേറെ ജോലിയൊന്നുമില്ല, റിട്ടയർഡ് ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ കൂടെ നിന്ന് ചെയ്തു തരാന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ കൂടുതൽ പ്രോഡക്റ്റുകൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാന്നുള്ള മക്കളും തന്നെ പിന്നെ അവരും ഇത് പിന്തുടർന്ന് പോരാന്നുള്ളൊരു തീരുമാനത്തിലാണ്. അല്ല, എന്നാലും എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇപ്പം വീട്ടിലുള്ള ഒരു ബിസിനസ് എന്നുള്ളതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ എന്തായാലും. ഇപ്പൊ നമ്മള് അകത്തുള്ള ബിസിനസ് പിടിക്കുമ്പോ തന്നെ നമുക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ വരുമ്പോ അപ്പം ഇങ്ങനെ ഒരു വീട്ടിലുള്ളതിൽ നിന്നൊന്നും മാറണമല്ലോ. അതിനുള്ള എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ വിഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? നല്ല പ്രോഡക്റ്റ് കൂടുതൽ ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് തുടങ്ങാന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. യൂണിറ്റ് ആയിട്ട് തുടങ്ങാം. എങ്ങനെയാണ് നാട്ടുകാരുടെയൊക്കെ ഒരു പ്രചോദനമാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള എങ്ങനെയൊക്കെയാണ് ആ ഒരു സപ്പോർട്ട്, ആ ഒരു ഗ്രാമത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് വരുന്നത്? നല്ല സപ്പോർട്ട് തന്നെയാണ്, ആർക്കും എതിരായിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിനൊരു ഇപ്പൊ നാട്ടിലാണെങ്കിലും ഇപ്പം എങ്ങനെയാണ് ഇതിന്റെ ഒരു അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ചേച്ചി പ്ലാൻ ചെയ്യുന്നത്? ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടത് അതോ വേർഡ് ഓഫ് മൗത്തിലൂടെ തന്നെയാണോ ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി തിരിച്ചറിയുന്നത്? ഇപ്പൊ കുറെ വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടായതുകൊണ്ട് അതിലൊക്കെ ഇട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കൂടുതൽ പ്രചോദനമായതെന്ന് വെച്ചാൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിനാണ്, ഈ മേളകളിലൊക്കെ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു.
മറ്റേ സരസ്മേള, പിന്നെ കേരളീയം, പിന്നെ കുടുംബശ്രീ മേളകളൊക്കെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അവിടെ പ്രോഡക്റ്റ് ഒക്കെ അങ്ങനെ കൊണ്ട് കൊടുക്കണത് അവിടെ ഉള്ളത് വെച്ച് കണ്ടപ്പോ ആ പാക്കിങ്ങും അതെല്ലാം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിന്റെ ഈ ഒരുപാട് ഇപ്പം നമ്മൾ മാർക്കറ്റിങ്ങിന്റെ ഒരു ഭാഗം, ഞാൻ എന്തുകൊണ്ടാണ് മാർക്കറ്റിങ്ങിനെ കൂടുതൽ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുടുംബശ്രീയിലുള്ള ചേച്ചിമാരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, അവർക്ക് നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ അറിയാം, ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് അറിയാം. അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യം അതിനെ നന്നായി പാക്ക് ചെയ്ത് അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പോഴുണ്ടാകുന്ന ചെലവുകളൊക്കെയാണ്. അപ്പം ചേച്ചിക്ക് ഈ ഒരു ബിസിനസ് നടത്താനും അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഫണ്ടിങ്, അതിന് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ ഉണ്ടോ, അതോ സ്വന്തമായി തന്നെ അതിനുള്ള പണം കണ്ടെത്തുകയാണോ, എങ്ങനെയാണ് ആ ഒരു ഫണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ചേച്ചി ചെയ്യാറുള്ളത്? നമ്മുടെ പ്രോഡക്റ്റിന് പിന്നെ അല്ലാതെ മെഷീനറികളും അതൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് തന്നെയാണ് ചെലവാക്കുന്നത്. വേറെ ഫണ്ട് ആയിട്ട് എടുത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. ഇനി കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേറെ അതിന് മെഷീനും ഡ്രയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ലോൺ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. കുടുംബശ്രീന്ന് തന്നെയാണ്? കുടുംബശ്രീന്ന് ലോൺ കിട്ടും. നിങ്ങൾ ഇപ്പം കുടുംബശ്രീയിൽ അംഗങ്ങൾക്ക് കിട്ടുന്ന പല ലിങ്കേജ് ലോണൊക്കെ പോലെയുള്ള ലോൺ ഉണ്ട്. പിന്നെ വ്യവസായ വകുപ്പിൽ നിന്ന് ലോൺ കിട്ടും. മെഷീനറി കൈകൊണ്ട് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും എംപ്ലോയീസ് ഒക്കെ കൂടെ ഉണ്ടോ? ഇല്ല, ആരുമില്ല, ഒറ്റയ്ക്കാണല്ലേ, തനിച്ച് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഒരു അത്യാവശ്യം നല്ല സെയിൽസ് ഒക്കെ നടക്കുന്നുണ്ട്? സെയിൽസ് ഓർഡർ കിട്ടിയതിന് ശേഷമാണോ അത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ട് കൊടുത്ത് സെല് ചെയ്യാണോ, എങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ? ആ ഒരു ബിസിനസ് മോഡൽ എങ്ങനെയാണ്? ഓൾറെഡി ഉണ്ടാക്കി വെക്കുന്നുണ്ട്, പിന്നെ കൂടുതൽ ആണെങ്കിൽ ഓർഡർ വരുമ്പോ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഓക്കെ. എങ്ങനെയാണ് ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ ഒക്കെ വന്നു തുടങ്ങിയോ? കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ആയി തുടങ്ങിയോ, അതോ ഒറ്റയ്ക്ക്? ഇപ്പൊ കുടുംബശ്രീയിൽ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ അച്ചാറുകളും പല പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വഴിയോരത്തൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട്, ലേബലൊന്നും ഇല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളങ്ങനെയല്ല, ഒക്കെ നല്ല പാക്കിങ്ങും ലേബലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും വരുന്നില്ല. കടയിലൊക്കെ നമ്മളെ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട്. ഇപ്പം ഈ ക്യുസാറ്റിൽ തന്നെ ഒരു ട്രെയിനിങ് കിട്ടിയ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ വളരെയധികം അത്യാവശ്യമാണ് ഇപ്പൊ ഉള്ള കുടുംബശ്രീയിലെ ചേച്ചിമാർക്ക് എന്ന് തോന്നുന്നുണ്ടോ, അതോ അല്ലാതെ തന്നെ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുമെന്ന്? എങ്ങനെയാണ് അതിന്റെ ഒരു ട്രെയിനിങ് ആവശ്യമാണ്? ഞാനിപ്പോ ട്രെയിനിങ്ങിന് വന്നതുകൊണ്ട് എന്റെ പ്രോഡക്റ്റ് മാം എന്നെ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നില്ലേ. പക്ഷെ അവിടെ ഞങ്ങളുടെ നാട്ടിൽ കാണുന്ന പ്രോഡക്റ്റുകൾക്കൊന്നും അങ്ങനെ സാധാ ഒരു ഭരണിയിലാക്കി അടച്ചു വെക്കുന്നുണ്ടെന്നല്ലാതെ വേറെ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അവർക്ക് നല്ലതാണ്. കുറച്ചുകൂടി ട്രെയിനിങ് ആവശ്യമാണ്. ഇപ്പൊ ചേച്ചി സെക്രട്ടറി ആയിട്ടൊക്കെ നിന്നിട്ടുണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ചേച്ചിയുടെ തന്നെ അയൽക്കൂട്ടത്തിലെ സ്ത്രീകൾ എത്ര പേര് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു, അതോ ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ ഇനി ഞാൻ വരണോ എന്നുള്ള തോട്ടൊക്കെയുള്ള ആൾക്കാരാണോ ഉള്ളത്? ചേച്ചിയെ കണ്ടിട്ട് എത്ര പേരാണ് ബിസിനസ്സിലോട്ട് വന്നത്? എല്ലാവർക്കും വരണം എന്നൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ ആഗ്രഹമുണ്ട്, അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ വരണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക്, എന്നാൽ തടസ്സങ്ങളുള്ള ആൾക്കാർക്ക് ചേച്ചിയുടെ ഒരു അഡ്വൈസ് എന്താണ് ശരിക്കും ഉള്ളത്? എല്ലാവരും ഇങ്ങനെ ഒരു സംരംഭം എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുടങ്ങണം. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം എല്ലാവർക്കും ഉണ്ടാവണം. സ്ത്രീകളാണെങ്കിലും ഹസ്ബൻഡിനെ അങ്ങനെ വീട്ടുകാരെ പുരുഷന്മാരെ മാത്രം ആശ്രയിച്ച് നിൽക്കാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അത് അതിനേക്കാളും സ്വന്തമായിട്ട് കാശ് ചിലവാക്കാൻ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ്. ഇപ്പം എങ്ങനെയാണ്, ഇപ്പം പറഞ്ഞു നിലമ്പൂർ പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പം ക്യുസാറ്റില് തനിച്ച് പ്രൊഡക്റ്റുമായിട്ടൊക്കെ വന്ന് സെല് ചെയ്യുന്ന ഒരു രീതിയിൽ എത്തിയില്ല. അപ്പം ഇനി ഇങ്ങനെയാണ് പുറമേ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ തനിച്ച് പോയി ചെയ്യുന്ന ആ ഒരു സന്തോഷത്തിലേക്ക് എത്തിയോ? ഞാൻ അതിന് കൂടുതൽ യാത്ര ചെയ്യാനും എല്ലാം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോ പുറത്തൊക്കെ ആണെങ്കിലും പോവാനും സെയിൽ ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ട്. എന്താണ് ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടായത് ഈ ഒരു സംരംഭം തുടങ്ങിയതിനു ശേഷം? സംരംഭം തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന രജനിയും സംരംഭം തുടങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു രജനിയുടെയും ഒരു മാറ്റം എങ്ങനെയാണ്? ആ മാറ്റം ഞാൻ ചോദിക്കാനുള്ള കാരണം തന്നെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആ മാറ്റത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് വലിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? മാറ്റം എന്ന് പറഞ്ഞാൽ ഏറെ ഇപ്പൊ ഇതന്നെ ഒരു മീഡിയന്റെ മുന്നിൽ വരാനും എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളും സംസാരിക്കാനും പറ്റുന്ന ഒരു മാറ്റമാണ്. വീട്ടിൽ വന്ന് ഒരാൾ വന്ന് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കാനും ഒന്നിനും പോവാത്ത ഒരാളായിരുന്നു. ഇപ്പൊ ഇങ്ങനെ അവസരം കിട്ടിയപ്പോൾ വന്ന് മാമിനോട് ഇങ്ങനെ സംസാരിക്കാനെങ്കിലും പറ്റി, അതൊക്കെ തന്നെ ഒരു മാറ്റമാണ്. പിന്നെ നമുക്ക് വരുമാനമായിട്ട് എന്തെങ്കിലും കൈ കിട്ടുന്നതും അപ്പോൾ അതൊരു കോൺഫിഡൻസ് കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ വീട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു യൂണിറ്റ് തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്തായിരുന്നു? ഏറ്റവും ഇതായിരുന്നു ഞാൻ കണ്ട സ്വപ്നത്തിന്റെ, അല്ലെങ്കിൽ ഇതാണ് എന്റെ സ്വപ്നത്തിന്റെ തുടക്കം എന്നൊക്കെ തോന്നുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും വലിയ സന്തോഷം തന്ന കാര്യം എന്തായിരുന്നു? ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ ഉണ്ടായ തന്നെയാണ് നമ്മളെ പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ്. ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തില് ഈ കുസാറ്റില്
വലിയ ഉദ്യോഗസ്ഥരെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ച് നടക്കാൻ പറ്റിയ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇനി നമ്മള് കാണുന്ന ഒരു വലിയൊരു സ്വപ്നം എന്താണ് ഇതിന്റെ സ്കെയിലിങ്ങും സസ്റ്റൈനബിലിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചേച്ചി കാണുന്ന ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ പ്രോഡക്റ്റ് എല്ലാ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും എല്ലായിടത്തും എത്തിക്കുക, എല്ലാവർക്കും. അത് അങ്ങനെ അതാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം മക്കളും അടുത്തുള്ള ആൾക്കാരും ഒക്കെ കൂടി തന്ന ഒരു പ്രചോദനം അല്ലെങ്കിൽ അവരാ തന്ന ഒരു വാക്കിൽ നിന്നാണ് ഈ ഒരു ഞാനിത് ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. ഇപ്പൊ ഇനി ഇതൊരു വേറൊരു സ്കെയിലിൽ പോകാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് കുറെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കാര്യങ്ങൾ ചേച്ചി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കുഞ്ഞു രൂപകളിൽ നിന്ന് വലിയ രൂപകളിലേക്ക് എത്തണം എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ഇനിയും ആർജിക്കേണ്ടതായിട്ടുള്ള കുറെ കഴിവുകൾ ഉണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടായിരിക്കുമല്ലോ. എന്തൊക്കെയാണ് ചേച്ചി ഇനി ആഗ്രഹിക്കുന്നത്? ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇനിയും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അറിവ് നേടേണ്ടതുണ്ട് എന്നൊക്കെ കരുതുന്ന എന്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത്? ഇനിയും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ട്രെയിനിങ്ങുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വിദ്യാഭ്യാസം ഒരു +1 ആയപ്പോൾ കല്യാണം കഴിച്ച് +2 അങ്ങനെ പോയ ആള്. പിന്നെ അവിടുന്ന് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി വലുതായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഡിഗ്രി വരെ എടുത്തു, ഡിസ്റ്റന്റ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു വരുന്നത്. അപ്പൊ ഇനിയും ക്ലാസ്സുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മാർക്കറ്റിങ്ങിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഇനിയും കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. അതെ, അത് ശരിയാണ്. കാരണം ഇനി ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി അതിന്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, മാർക്കറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഹ്യൂമൻ റിസോഴ്സ് വരും, നമുക്ക് ഒരുപാട് ആൾക്കാർ. അപ്പോൾ അല്ലെ കുറെ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് എനിക്ക് പറയാം. എന്റെ മുന്നിൽ ഇരിക്കുന്ന രജനി ചേച്ചി ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാളെയാണ് ഞാൻ കാണുന്നത്. ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരാളെയാണ് കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ശരി, ഭയങ്കര വലിയ മാറ്റങ്ങളാണ് എന്നുള്ളത്. ഇനിയും എന്തൊരു ആ ഒരു മാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാവാനാണ് ആഗ്രഹം. അങ്ങനെയൊക്കെ വല്ല ആഗ്രഹങ്ങളുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായിട്ട് എനിക്ക് രജനീനെ കാണാം? ആ രജനി എങ്ങനെയായിരിക്കണം? ചോദ്യമല്ലോ. എങ്ങനെയായിരിക്കും ആ ഒരു രജനി? എവിടെ ഇരിക്കുന്ന രജനീനെയാണ് കാണേണ്ടത്? അപ്പൊ ഈ ബിസിനസ് മേഖലയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളായിരിക്കും ആയിരിക്കണം. അതായത് ഇനി ഇപ്പൊ ഞാനൊരു സ്ഥാപനമൊക്കെ തുടങ്ങുമ്പോൾ ഞാനൊരു ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചാൽ വരുന്ന രജനി ചേച്ചിയാണ് എന്റെ ഗസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഇന്നലെ എത്തി. ഇനി നാളെ മുതൽ അത് ലോകത്തേക്ക് എല്ലായിടത്തേക്കും എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിട്ടൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അതിനൊരു ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒരു ഇതിനകത്ത് കൂടി ആയിരിക്കുമല്ലോ അതിന്റെ സെല്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ടാകും. അപ്പൊ ഒരു സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ പറ്റി ആലോചിക്കുന്നുണ്ടോ? ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം പലപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ ചേച്ചിമാർക്ക് ഒരു പേടി, ഞങ്ങൾ എങ്ങനെയാ ഓൺലൈനായിട്ട് ചെയ്യാം, ഇതൊക്കെ ചെയ്യുമ്പോൾ കുറെ റിസ്ക് അല്ലേ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിലും നല്ലതല്ലേ അടുത്തുള്ള വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നതും സെല്ല് ചെയ്യുന്നതൊക്കെ. അപ്പൊ അത് ആ ഒരു രീതിയിൽ നിന്ന് മാറി കുറച്ചും കൂടി ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്നതിന്റെ പോസിബിലിറ്റിയെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുവരെ വീടുകളിലൊന്നും കൊണ്ടു കൊടുത്തിട്ടില്ല. അടുത്തുള്ള ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇനി പിന്നെ ഓൺലൈനായിട്ട് മാർക്കറ്റ് ചെയ്യാൻ തന്നെ വിചാരിക്കുന്നത്. മക്കളെ കൂട്ടി, അവർക്ക് എനിക്കറിയില്ലെങ്കിലും അവർക്കെല്ലാം ഇതൊക്കെ അറിയുന്ന കുട്ടികളാണ്. അപ്പൊ അവരെ കൂട്ടി ചെയ്യാന്ന് വിചാരിക്കുന്നു, ഓൺലൈനായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു പ്രാരംഭഘട്ടമായിട്ട് എന്തെങ്കിലും ചിന്തിക്കുകയോ എന്തെങ്കിലും ഒരു ഓക്കെ ഇന്ന കാര്യം ചെയ്യണം, ഇന്നിടത്തുനിന്ന് തുടങ്ങണം, അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തിയോ? ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു വെബ്സൈറ്റ്, അതിലേക്ക് പ്രോഡക്റ്റ് സെലക്ട് ആയിട്ടുണ്ട്. ആദ്യം അത് ചെയ്ത് തുടങ്ങട്ടെ, എന്നിട്ട് തുടങ്ങാന്നാണ് വരുന്ന ഓർഡറുകൾ അനുസരിച്ച്. ഇപ്പൊ എങ്ങനെയാണ് കോണ്ടാക്റ്റുകളൊക്കെ വലുതായി തുടങ്ങിയോ? ഇപ്പം ആൾക്കാര് ഈ ഓരോ മേളകൾക്കൊക്കെ വിളിക്കുന്ന ഒരു പാകത്തിന് ബിസിനസ് അറിയപ്പെടാനായിട്ട് ഉള്ള സരസ്മേള പോലുള്ളത് അല്ലാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളൊക്കെ വിളിച്ചാൽ ഞാൻ എൻ്റെ പ്രോഡക്റ്റുകൾ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് വിൽക്കണം എന്നൊക്കെ, യാത്ര ദൂരെയാണെങ്കിലും പോയി ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഇതോ അല്ലെങ്കിൽ അങ്ങനത്തെ കോളുകളൊക്കെ വരുന്നുണ്ടോ? ഇനിയിപ്പോ എവിടുന്ന് വിളിക്കുകയാണെങ്കിലും പോവാൻ വേണ്ടി റെഡിയായി. ഇപ്പൊ ഈ മേളയ്ക്ക് വന്നതോടുകൂടി നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് ആയി. ഓക്കെ, ഇപ്പം ആളുകളായിട്ടൊക്കെ ഒരു കോണ്ടാക്ട് ഒക്കെ ആയി തുടങ്ങിയല്ലേ? എങ്ങനെ ചെയ്യണം, എങ്ങനെ ആണ് പ്രൊഡക്റ്റ് എത്തിക്കേണ്ടത്, അതെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇപ്പോ. ഓക്കെ, ഇപ്പൊ നമ്മള് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആരെയാണോ നിങ്ങൾ
നോക്കുന്നത് എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയും. ചേച്ചി പറഞ്ഞു ഇങ്ങനെ ദൂരെ പോകുന്ന മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഗൾഫിലോട്ടൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഒരു ബ്രാൻഡ് ചെയ്ത് ഏറ്റവും നല്ല പാക്കിങ്ങിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി ആർക്കാണ് ഈ പ്രോഡക്റ്റ് വിൽക്കേണ്ടത് എന്നതിനെ പറ്റിയൊരു ധാരണയായിട്ടുണ്ടോ? എങ്ങനെയാണ് അതിനെ ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ചേച്ചി മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നത്? ഇപ്പോൾ ഞാൻ ഈ ഏറ്റവും നല്ല പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരേ ഉള്ളൂ നമ്മളെ പ്രോഡക്റ്റ് എടുക്കുക. എന്താ വെച്ചാൽ നല്ല പാക്കിങ്, നല്ല ഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കിയ സാധനം ആകുമ്പോൾ അത് ഒരു പ്രത്യേക ആൾക്കാരെ അത് വാങ്ങിക്കാൻ താല്പര്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും വില കുറഞ്ഞ സാധനം വാങ്ങിക്കാന്നാണ് ആൾക്കാർ, മിക്കവാറും കുറെ ആൾക്കാർ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി നല്ല പ്രോഡക്റ്റ് നല്ല ആൾക്കാരുകൾക്ക് എത്തിക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഒരു പോസ്റ്റിലെത്തി. ഞാനൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഇന്ന് തിരക്കുണ്ട്, ഞാൻ നാളത്തെ ദിവസത്തേക്കാണെങ്കിൽ എനിക്ക് വരാം എന്നുള്ള രീതിയിൽ വലിയൊരാളായിട്ട് ഞാൻ കാണും എന്നുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയും പ്രതീക്ഷയും ആണ് എനിക്കിപ്പോൾ ഉള്ളത്. അങ്ങനെ ചേച്ചി അങ്ങനെ ആകണമെന്ന് ചേച്ചിയുടെ കൂടെ ഉള്ള ആൾക്കാർ ഓഫ് കോഴ്സ് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അവർക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടേതായിട്ടുള്ള എന്തെങ്കിലും അവർക്കുള്ള ഒരു ഉപദേശമോ, അല്ലെങ്കിൽ അവരോടുള്ള ഇതാണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് നിങ്ങളെയും കാണേണ്ടത്, അങ്ങനെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ചേച്ചി പറയുണ്ടാവുക? എന്നെ പോലെ ഒരു വീട്ടമ്മ ഇത്രയും ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എല്ലാവർക്കും സാധിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.